വലിയ ബോംബുകളും ചെറിയ ബോംബുകളും ബ്രഹ്മാണ്ഡ ഗുണ്ടുകളും ഒരുപോലെ വന്നിട്ട് പോയൊരു വർഷമാണ് 2025. മെയിൻ സ്റ്റാർസും മെയിൻ ഡയറക്ടേഴ്സും ടോപ്പ് ലീഗിലുള്ളവർക്ക് പോലും ഈ വർഷം രക്ഷ ഉണ്ടായിട്ടില്ല. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഊക്കമടിച്ചിട്ടുണ്ട്. ഈ 2025 റിലീസ് ആയതിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള 10 സിനിമകളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ 10 സിനിമകളും ഈ ലേബല് അർഹിക്കുന്ന സിനിമകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ലിസ്റ്റിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ 10ാമത്തെ പൊസിഷനുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയാണ്. നമുക്ക് അഭിമാനിക്കാം, പൈങ്കിളി. വളരെ വ്യത്യസ്തമായ രീതിയിൽ എടുക്കണമെന്നൊക്കെ ആലോചിച്ച് എങ്ങനെയൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ട് എന്തൊക്കെയോ ആയിപ്പോയൊരു സിനിമ. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. 2-2.5 മണിക്കൂർ ഓഡിയൻസിന്റെ ക്ഷമ പരീക്ഷിച്ച് മനുഷ്യനെ വെറുപ്പിച്ച് പണ്ടാരടക്കി കിളിപോയ സിനിമ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കാണുന്നവരുടെ കിളി പോയിച്ച് അവരെ പ്രാന്താക്കി എന്തിനടാ ഞാൻ ഈ സിനിമ കണ്ടത് എന്ന് തോന്നിപ്പിച്ചൊരു സിനിമ. നമ്മുടെ ലിസ്റ്റിൽ 9ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, തണ്ടർ ബോൾട്ട്സ്. മാർവലിനെ രക്ഷിക്കും, മാർവലിനെ ഇനി ഞങ്ങൾ പുതിയ ജീവൻ കൊടുക്കും, ഈ സിനിമയോട് കൂടി മാർവൽ വീണ്ടും പുതിയ ട്രാക്കിലാവും, മാർവൽ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നൊരു സിനിമ. പുതിയ അവഞ്ചേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഡൈഹാർഡ് മാർവൽ ഫാൻസ് വരെ ഊക്കി വിട്ടൊരു സിനിമ. മാർവലിനെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനൊരു സിനിമയെ വേണ്ടായിരുന്നില്ല എന്ന് അവർക്ക് തന്നെ തോന്നിക്കാൻ കാരണമായിട്ടുള്ള സിനിമ. നമ്മുടെ ലിസ്റ്റിലെ 8ാമത്തെ സിനിമയും ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, ജുറാസിക് വേൾഡ് റീബർത്ത്. വർഷങ്ങൾക്ക് ശേഷം ജുറാസിക് വേൾഡിന്റെ ഫ്രാഞ്ചൈസിൽ നിന്ന് വീണ്ടും ഒരു സിനിമ വരുന്ന പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ പണ്ട് കണ്ട ദിനോസേഴ്സിനെയൊക്കെ പുതിയ ടെക്നോളജിയിൽ അവർ അടിപൊളിയായിട്ട് കാണിക്കും എന്ന് വിചാരിക്കുമ്പോൾ എന്തൊക്കെയോ കാണിച്ചിട്ട് ഒരു സ്റ്റോറി ഇല്ലാതെ ചുമ്മാ കുറെ ദിനോസേഴ്സിനെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകും. എന്നിട്ട് ലാസ്റ്റ് ഡീറക്ഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു സാധനത്തിനെ കൊണ്ടുവന്ന് ആ ഫ്രാഞ്ചൈസിനെ തന്നെ നശിപ്പിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന വില മൊത്തം കളഞ്ഞൊരു സിനിമ. നമ്മുടെ ലിസ്റ്റിലെ 7ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ അപരാധമാണ്, വാർ 2. ജൂനിയർ എൻടിആറും ഹൃത്തിക് റോഷനും കിടന്ന് ആകാശത്ത് പറന്ന് കളിച്ച സിനിമ. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ എയറിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിച്ചൊരു സിനിമ. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഹൃത്തിക് റോഷന്റെ കരിയറിലെ മോശം സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഉള്ളപ്പോൾ ഇതൊക്കെ തിയേറ്ററിൽ കണ്ട ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 6ാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്, സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ബ്രാൻഡ് ഡയറക്ടർ സൂപ്പർ സ്റ്റാറുമായിട്ട് കൈകോർക്കുമ്പോൾ വളരെ വലിയൊരു ബ്രഹ്മാണ്ഡ അടിപൊളി കിടക്കാച്ച സിനിമയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് കിട്ടിയത് കൂലി എന്ന് പറയുന്ന ഒരു അപരാധമായിരുന്നു. ഈ സിനിമയിൽ കഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥയില്ല, ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ഷൻ ഇല്ല. ആകെ രജനീകാന്ത് ഉണ്ട്, കുറെ സമയം പുള്ളി എങ്ങനെ കണ്ടിരിക്കുക, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് എടുത്തൊരു സിനിമ. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ സിനിമ AR മുരുകദാസിന്റെ ഒരു ബ്രാൻഡ് സിനിമയാണ് സിക്കന്ദർ. AR മുരുകദാസ് ഹിന്ദിയിൽ പോയി ഇടക്കിടയ്ക്ക് ഇതുപോലെ പോയിട്ട് കുറെ ബോംബ് ഇട്ടിട്ട് വരാറുണ്ട്. അങ്ങനെ പോയിട്ടിട്ട് വന്ന ബോംബാണ് സിക്കന്ദർ. നമ്മുടെ സല്ലൂബായിനെ വെച്ചിട്ട് എടുത്തൊരു സിനിമയാണ്. എന്നിട്ട് സിനിമ പൊട്ടി ആൾക്കാരുടെ ഊക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കൊണ്ട് സല്ലൂബായിയുടെ നേരം മണ്ടക്കിട്ട് സല്ലൂബായി രാത്രി മാത്രം ഷൂട്ടിന് നടന്നുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സിനിമ തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളை. നിങ്ങൾക്ക് മനസ്സിലായി കാണും, പരമസുന്ദരി, പരമ കഷ്ടം എന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കേണ്ടി വന്ന സിനിമ. കേരളത്തിന്റെ കഥ പറയുന്ന സിനിമ എന്ന് പറഞ്ഞ് വന്നിട്ട് കേരളത്തിലുള്ളവരുടെ തന്നെ ഊക്ക് മേടിച്ചിട്ട് കണ്ടമ്പി ഓടിയ സിനിമ. ഏത് കേരളയുടെ സിനിമ കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനു മുമ്പ് വന്ന കേരള സ്റ്റോറി പോലെ തന്നെ ഏതോ ഒരു യൂണിവേഴ്സിലുള്ള ഏതോ ഒരു കേരളത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയിലുണ്ട്. അത്ര കിടിലമായിട്ട് റിസർച്ച് ചെയ്തെടുത്തൊരു സിനിമയാണ്. കാണാത്തോടെ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. നമ്മുടെ കേരളത്തിന്റെ കൾച്ചർ നമ്മൾ പോലും കാണാത്ത, നമ്മൾ ദൂരം അറിയാത്ത കൾച്ചേഴ്സിനൊക്കെ ഈ സിനിമയിൽ അവർ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. 3ാമത്തെ സിനിമ ഒരു ബ്രഹ്മാണ്ഡ ഡയറക്ടറിന്റെ സിനിമയാണ്, ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ. എന്തിനാണ് ഈ സിനിമ എടുത്തതെന്ന് ശങ്കറിനോ, എന്തിനാണ് ഈ സിനിമ കണ്ടതെന്ന് നമുക്കോ, എന്തിനാണ് സിനിമയിൽ അഭിനയിച്ചതെന്ന് രാംചരനോ അറിയില്ല. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ സിനിമ, അതായത് ഏറ്റവും മോശം സിനിമയിൽ ഏറ്റവും 2ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന സിനിമ പാൻ വേൾഡ് ആയിട്ട് വന്നൊരു അപരാധമാണ് കണ്ണപ്പ. എന്താണ് ഈ സിനിമയെ കാണിക്കുന്നതെന്ന് കണ്ടിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പുരാണമാണ്, ഐതിഹ്യമാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ എക്സ്പ്രഷന്റെ ഈ പോലും വരാത്തൊരു നായകനെ കൊണ്ടിട്ട് ആക്ഷൻ കാണിച്ചിരിക്കുന്നു, മാസ് കാണിച്ചിരിക്കുന്നു. എന്ത് കാര്യമുണ്ട്? എല്ലാവർക്കും ഊക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷ്ണു മഞ്ജുവും ഫാമിലിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു കുടുംബ സംഗമത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ സിനിമ. ഇനി നമുക്ക് ഏറ്റവും മോശം സിനിമ 2025 ഇറങ്ങിയ ഏറ്റവും മോശം സിനിമ ഏതാണെന്ന് നോക്കാം. ഇത് ഒരു ബ്രാൻഡ് ഡയറക്ടറും ബ്രാൻഡ് ആക്ടറും എല്ലാ ബ്രാൻഡും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു അപരാധമാണ് തഗ് ലൈഫ്. വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും കമലഹാസനും ഒന്നിക്കുന്നതൊക്കെ പറയുമ്പോൾ നായകൻ പോലുള്ള ഒരു കൾട്ട് ക്ലാസിക് പ്രതീക്ഷിച്ച് പോയവർക്ക് അയ്യോ പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു അപരാധം കാണിച്ചിട്ട് തിരിച്ചു പറഞ്ഞു. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് 2 ഗ്യാങ്സ്റ്റേഴ്സ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടിവലി കൂടുന്നതാണ് ഈ സിനിമയുടെ കഥ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ട് 2025 ഏറ്റവും കൂടുതൽ ക്ഷമ പരീക്ഷിച്ച ഒരു അപരാധപ്പടം.